റെയിൽവേ ജോലിക്ക് പകരം ഭൂമി അഴിമതി കേസിൽ RJD അധ്യക്ഷൻ ലാലു പ്രസാദ് യാദവിനെ ED ചോദ്യം ചെയ്യുന്നു. പട്നയിലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഓഫീസിലാണ് ചോദ്യം ചെയ്യൽ. മകൾ മിസ ഭാരതിയും ED ഓഫീസിലെത്തി. RJD പ്രവർത്തകർ സംഘടിച്ചെത്തിയതോടെ ED ഓഫീസിന്റെ സുരക്ഷ വർദ്ധിപ്പിച്ചു. വീണ്ടും ചേരുന്നത് ബൽറാം നെടുങ്ങാടിയാണ്. ബൽറാം, ലാലു പ്രസാദ് യാദവ് പണ്ട് കാലിത്തീറ്റ കുംഭകോണത്തിന്റെ ഭാഗമായൊക്കെ ജയിലിൽ കിടന്നതാണ്. വീണ്ടും ഒരു അഴിമതി കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്യുന്നു. മകൾ മിസ ഭാരതിയും അവിടെയുണ്ട്. എങ്ങനെയാണ് ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്നത്? RJD ഏത് രീതിയിലാണ് ഇതിനെ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നത്? ക്രിസ്റ്റീന, നിരവധി അഴിമതി കേസുകൾ നേരിടുന്ന ഒരു നേതാവാണ് ലാലു പ്രസാദ് യാദവ്. അദ്ദേഹം നേരത്തെ ഈ കാലിത്തീറ്റ കുംഭകോണം അടക്കമുള്ള കേസുകളിൽ ശിക്ഷിക്കപ്പെട്ടു. നിലവിൽ ഇപ്പോൾ ചോദ്യം ചെയ്യുന്നത് അദ്ദേഹം റെയിൽവേ മന്ത്രിയായിരുന്ന സമയത്ത് റെയിൽവേയിലെ D ക്ലാസ് വിഭാഗത്തിലുള്ള ജോലിക്ക് പകരമായി ഭൂമി എഴുതി വാങ്ങി എന്ന അഴിമതി ആരോപണത്തിലാണ്. ഈ കേസിൽ അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾ, മകൻ തേജസ് യാദവ്, മകൾ മിസ ഭാരതി അടക്കമുള്ളവർ, ഭാര്യ റാബ്രി ദേവി ഉൾപ്പെടെ ഉള്ളവർ ഈ കേസിൽ അന്വേഷണം നേരിടുന്നുണ്ട്. നേരത്തെ മറ്റ് കുടുംബാംഗങ്ങളെ ചോദ്യം ചെയ്തിരുന്നു. തേജസ് യാദവിനെ അടക്കം ചോദ്യം ചെയ്തിരുന്നു. ലാലു പ്രസാദ് യാദവ് ആരോഗ്യനില പരിഗണിച്ചുകൊണ്ട് പലതവണ ചോദ്യം ചെയ്യലിൽ ഹാജരാകുന്നതിൽ നിന്നും ഒഴിഞ്ഞ് മാറിയിരുന്നു. ഡൽഹിയിൽ നിന്നുള്ള പ്രത്യേക സംഘം പട്നയിൽ എത്തിയാണ് ഇപ്പോൾ ലാലു പ്രസാദ് യാദവിനെ ചോദ്യം ചെയ്യുന്നത്. ഇന്ന് രാവിലെ 11 മണിക്കാണ് പട്നയിലെ ED ആസ്ഥാനത്ത് ലാലു പ്രസാദ് യാദവ് എത്തിയത്. മിസ ഭാരതിയും അദ്ദേഹത്തോടൊപ്പം എത്തിയിരുന്നു. എന്നാൽ മിസ ഈ ED ഓഫീസിന് പുറത്ത് കാത്തു നിൽക്കുകയാണ്. തേജസ് യാദവിനെയും ചോദ്യം ചെയ്യലിനായി ED വിളിപ്പിച്ചിട്ടുണ്ട് ഇതേ കേസിൽ. എന്നാൽ ഇന്ന് അദ്ദേഹം ഹാജരായിട്ടില്ല. ഈ കേസുമായി ബന്ധപ്പെട്ട നേരത്തെ മിസ ഭാരതിയുടെ ഡൽഹിയിലെ വസതിയിൽ റെയ്ഡ് അടക്കമുള്ള നടപടികളിലേക്ക് ഈ ED പോയിരുന്നു. CBI രജിസ്റ്റർ ചെയ്ത കേസിൽ വലിയ തോതിലുള്ള കള്ളപ്പണ ഇടപെടൽ നടന്നിട്ടുണ്ട് എന്ന കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം ആരംഭിച്ചത്. എന്നാൽ തെരഞ്ഞെടുപ്പ് തൊട്ടു മുന്നിൽ നിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ ഒരു രാഷ്ട്രീയ വേട്ടയാടലാണ്, പ്രതിപക്ഷ പാർട്ടി നേതാക്കൾക്കെതിരായി മുഴുവൻ നടക്കുന്ന ഒരു രാഷ്ട്രീയ വേട്ടയാടലാണ് കേന്ദ്ര സർക്കാരിന്റെയും BJPയുടെയും ഭാഗത്തു നിന്നുണ്ടാകുന്നത് എന്നും അതിന്റെ ഭാഗമായാണ് ഈ ചോദ്യം ചെയ്യൽ എന്നുമുള്ള പ്രതികരണമാണ് RJDയുടെ രാജ്യസഭാ അംഗവും ലാലു പ്രസാദ് യാദവിന്റെ മകളുമായ മിസ ഭാരതി പ്രതികരിച്ചിരിക്കുന്നത്. ക്രിസ്റ്റീന. ശരി, ബൽറാം നെടുങ്ങാടിയാണ് പട്നയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. മെയിൻ്റനൻസ് ഓഫ് ഇന്റേണൽ സെക്യൂരിറ്റി ആക്ട്, മിസ ആക്ട് പ്രകാരം ജയിലിൽ കിടക്കുമ്പോഴുണ്ടായ മകളായതുകൊണ്ടാണ് ലാലു പ്രസാദ് യാദവ് മകൾക്ക്, ഏറ്റവും മൂത്ത മകൾക്ക്, 9 മക്കളിൽ മൂത്ത മകളായ മിസ ഭാരതിക്ക് മിസ എന്ന് പേര് നൽകിയതെന്ന ഒരു കൗതുകം കൂടിയുണ്ട്.